നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മുടെ കൂടെ നമുക്കെല്ലാം വളരെ സുപരിചിതനായ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനും കുടുംബവുമാണ്. ഫസൽ റാസിയും ഭാര്യ റിത അല്ലേ? മോളുടെ പേരെന്താ? ഷബാന റാസി. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. വളരെ തിരക്കിലാണോ? ഇല്ല. എത്ര സീരിയൽ അഭിനയിക്കുന്നുണ്ട്? ഞാൻ പ്രസന്റ് 2 സീരിയൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ കൈരളിയിലെ റിയാലിറ്റി ഷോ ഒരെണ്ണമുണ്ടല്ലോ, നക്ഷത്രദീപങ്ങൾ, അത് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ജോലിയുണ്ട്. ഞാൻ ഞാൻ കൊച്ചുവേളി റെയിൽവേ ഓഫീസിലെ ഇൻചാർജാണ്. ശരി. എവിടെ ജോലി ചെയ്യുന്നത്? ബിനോയ് മാർബിൾസ്. അതെയോ? ടെൻഷൻ ടെൻഷന്റെ ആളാണ്. പുള്ളിക്കാരൻ 2-3 പ്രാവശ്യം മാറ്റി വെക്കേണ്ടി വന്നു ഇന്റർവ്യൂ. വെറുതെ അല്ല, അധികം ടോക്കറ്റീവ് അല്ലാതുണ്ട്. പക്ഷെ സംസാരിക്കും. ഞാൻ പറഞ്ഞു ഇന്റർവ്യൂലൊന്നും ഇതുവരെ ഇരുന്നിട്ടില്ല, പോയിട്ടില്ല. ആണോ? മോൾ എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലായി? 7th. ഏത് സ്കൂളാ? KV. അച്ഛന്റെ എന്തൊക്കെ ടാലന്റ് മകൾക്ക് കിട്ടിയിട്ടുണ്ട്? പാടുവോ? ഡാൻസ് കളിക്കുവോ? അച്ഛന് സ്പോർട്സും ഉണ്ടല്ലേ? എന്റെ ബേസിക് എന്റെ റിയൽ ടൈം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു കൗമാരപ്രാസമ്പത്തിക ഒരു സ്പോർട്സ് മീൻസ് എന്തായിരുന്നു? ഞാൻ ഫുട്ബോൾ പ്ലെയറാണ്. നമ്മുടെ ഇന്ത്യൻ ടീമിന് വേണ്ടി ഞാൻ 4 കൊല്ലം കളിച്ചിരുന്നു. കേരള ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു, ജൂനിയർ ടീമിന്റെ. പിന്നെ ഇന്ത്യൻ റെയിൽവേസിനെ റെപ്രസെന്റ് ചെയ്ത് 3 വർഷം കളിച്ചു. പിന്നെ സന്തോഷ് ട്രോഫി കളിച്ചു. പിന്നെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് സ്റ്റോപ്പർ ബാക്ക് കിട്ടിയിട്ടുണ്ട് കുറെ ആ സമയത്ത്. പിന്നെ അത്ര ഈ ഫുട്ബോൾ അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ടായിരിക്കാം അന്ന് എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയത്. പക്ഷേ പോപ്പുലാരിറ്റി അത് തന്നെയാണ് ഒരു പക്ഷേ എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതാണ് എന്റെ ഏറ്റവും വലിയൊരു പോപ്പുലാരിറ്റി. ഇഷ്ടപ്പെടാത്ത ആരുമില്ല, എല്ലാവർക്കും. പക്ഷെ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായിരുന്നു 2 പേര് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ നമ്മളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു നല്ല സുഖമുള്ള കാര്യമില്ല. വളരെ പോപ്പുലർ ആയതിനു ശേഷം പലരും പറയും, ഓ ഈ പോപ്പുലാരിറ്റി ഭയങ്കര തിരിച്ചവരാരെങ്കിലും മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഇവര് തന്നെ ഭയങ്കര ഇതായിരിക്കും, എന്നെ ഒരു തിരിച്ചറിഞ്ഞില്ല അല്ലെങ്കിൽ എന്റെ അടുത്ത്. അങ്ങനെയുള്ള അതാണ് റിയാലിറ്റി. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഈ കുറെ കാലങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് പിന്നെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന സമയത്ത് ഡിപ്രഷൻ വരുന്നത് ഇതുകൊണ്ടാണോ? ഇപ്പൊ പറയും, വെളി പറയുന്നെങ്കിൽ ഇത് ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലാന്ന് തന്നെയാണ്. അപ്പൊ നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഗുഡ്. ഒരു നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ്. അടുത്തൊരു തോന്നിട്ടില്ല അങ്ങനെ? ഡെഫിനറ്റ്ലി. പക്ഷേ പിന്നെ ഞാൻ ചോദിക്കട്ടെ, അതിൽ നിന്ന് എന്താണ് പിന്നീട് ഈ സ്പോർട്സ് അങ്ങ് പാടെ അങ്ങ് ഉപേക്ഷിക്കാൻ ഒരു കാരണം? ഞാൻ വിധിയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം തീർച്ചയായിട്ടും. അല്ല വേറെ എനിക്ക് കൂടുതലും അങ്ങോട്ട് പറയുന്നത്. പക്ഷെ വിധി, എന്റെ തലയെഴുത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, അത് കുറച്ചൊക്കെ നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ലേ? ഇല്ല, വിചാരിക്കാന്ന് പറഞ്ഞാൽ നടക്കാനുള്ളത് നമ്മൾ വിചാരിക്കത്തുള്ളൂ. അതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു. ഒരുപാട് വിചാരങ്ങളുണ്ടാവും, എന്നാലും ആ ഒരു ഫൈനൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെ നടക്കത്തില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരെണ്ണം ഉണ്ട് നമുക്ക് ഓൾറെഡി, ഇന്നതാണ്. കാരണം ഞാൻ ആദ്യമേ ഇലക്ട്രിസിറ്റി ബോർഡിൽ 1 വർഷം ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ, പവർ ഹൗസ് ട്രിവാൻഡ്രത്ത്. അവിടുന്ന് എന്റെ സുപ്പീരിയേഴ്സ് ഒക്കെ പറഞ്ഞു, ഫസൽ വേണ്ട, ഇത് റിസൈൻ ചെയ്യരുത്. അപ്പൊ എനിക്ക് അന്ന് ഒരുപാട് ഓഫേഴ്സാണ്. ഞാൻ കളിക്കാറ്, ഇന്ത്യൻ ടീം കളിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ഓഫേഴ്സ്. അങ്ങനെയാണ് റെയിൽവേയിലേക്ക് എനിക്ക് ആപ്ലിക്കേഷൻ വരുന്നതും. അല്ല എനിക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു, ആപ്ലിക്കേഷൻ ഒന്നുമില്ല, എന്റെ ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ പറഞ്ഞു പലരും പോലെ ഫസൽ കളിച്ചാൽ ഇവിടെ നിന്ന് ഒരുപാട് കൂടുതൽ കളിക്കാൻ. ഒരുപക്ഷെ അതാണ് ഇവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് കളി കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകാമായിരുന്നു. വെച്ചാൽ കേരളമായിരുന്നു ഏറ്റവും കൂടുതൽ അന്ന് കളിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ നേരെ തമിഴ്നാട്ടിലേക്കാണ് പോയത്. ചെന്നൈയിലായിരുന്നു എന്റെ ഇനിഷ്യൽ അപ്പോയിന്റ്മെന്റ്, റെയിൽവേ. അവിടെ പോയി അവിടുത്തെ സിറ്റുവേഷൻ, കുറച്ച് സുഹൃത്ത് ബന്ധങ്ങൾ, അവിടെ ഈ കലാകാരന്മായിട്ടുള്ള ബന്ധങ്ങളായിരുന്നു. എന്റെ കൂട്ടുകാരൊക്കെ ആക്ടേഴ്സ് ആയിരുന്നു. എന്റെ റൂംമേറ്റ്സ് 4 പേരായിരുന്നു ഞങ്ങൾ, അവർ തമിഴിയൻസ് ആണ്. അപ്പൊ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത്, അല്ലെങ്കിൽ അവരോട് ഞാൻ മാത്രമേ ഉള്ളെന്ന് ഉദ്യോഗസ്ഥൻ. അവർ 3 പേര് തമിഴിയൻസ് ആണ്. അവര് നാട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കുന്നു. അവർ വന്ന് ഒരു ജോലി പോലെ ട്രൈ ചെയ്യാണ്. രാവിലെ പോകുന്നു, ആൽബം കൊണ്ട് പോകുന്നു, ചാൻസിന് വേണ്ടി പോകുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാൻസ് കിട്ടാറുണ്ട്. അപ്പൊ അവരോട് മിങ്കിൾ ചെയ്ത് ആദ്യമൊക്കെ ഞാനത് ശ്രദ്ധിക്കാറില്ലായിരുന്നു. പിന്നെ ഇരിക്കും, കാരണം ഞാനും ഭയങ്കര വിയർത്ത് കുളിച്ചൊക്കെയാണ് വരുന്നത്. ഇത് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട്, അറിയാലോ ചെന്നൈയിലെ ചൂട്. പക്ഷെ പിന്നെ നോക്കുമ്പോൾ അവർ രാവിലെ എണീറ്റ് നല്ല കുട്ടപ്പന്മാരായിട്ട് ജാഗ്രത കഷ്ടപ്പെടുകയാണ്. പിന്നെ കളിച്ചു, ഞാനൊരു 10 വർഷത്തോളം റെയിൽവേ കളിച്ചു. അപ്പോൾ പെട്ടെന്ന് അതാണ് ആ സമയത്ത് തോന്നി, ഇതണക്ക് നമുക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് ചെയ്താൽ നന്നായിരിക്കത്തില്ലെന്ന് തോന്നി. അങ്ങനെ അപ്പൊ അന്നൊന്നും എനിക്ക് അവസരങ്ങളില്ലായിരുന്നു. പിന്നെ ട്രാൻസ്ഫറായി. ഞാൻ 14 കൊല്ലം ചെന്നൈയിലായിരുന്നു.
90 മുതൽ 14 ഇയേഴ്സ് തമിഴ് നന്നായിട്ട് പറയും. നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം പക്ഷെ അവിടെ എനിക്ക് ഈ ഇതുമായിട്ട് ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. പിന്നെ ട്രാൻസ്ഫർ ആയി ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് എന്റെ. അപ്പൊ അവിടെ നിന്ന് ഇതിനു വേണ്ടി അതൊരു ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിയാണ്, ശ്രമിച്ചിരുന്നു. എന്നാലും ചില ഇവരെയൊക്കെ കണ്ടിട്ടാണോ അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായത്? തീർച്ചയായിട്ടും അത് തന്നെ, അതുകൊണ്ട് മാത്രമല്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കാണും നമുക്കൊരു ഇത് തന്നെ, ഈ പോപ്പുലാരിറ്റി വേണം എന്നുള്ള, അതും കൂടെ പിന്നെ ഈ ടാലന്റ് ഇല്ലാതെ അല്ലേ കുറച്ചൊക്കെ. സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാനും കുറെ കാലം മദ്രാസിലായിരുന്നു, 23 കൊല്ലത്തോളം ഞാൻ ചെന്നൈയിലായിരുന്നു. ഈ രാവിലെ എഴുന്നേറ്റ് ഈ പറഞ്ഞ മാതിരി ഇവർ ഈ ആൽബവും പൊക്കി പിടിച്ച് ഓരോരുത്തരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് ഡിപ്രഷൻ അല്ലേ പലപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്റെ ശ്രമം വേണ്ടാന്ന് വെച്ചത്. പക്ഷെ ഇവർ വന്നിട്ട് ഡള്ളായിട്ട്, ഞങ്ങൾ സാറ്റർഡേസ് ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടാറുണ്ട്, ഞങ്ങള് നല്ലൊരു ജോലി. സങ്കടം തോന്നും അല്ലേ അതൊക്കെ ആകുമ്പോൾ എന്തിനാണ് നമ്മൾ പോയി വല്ലവരുടെ മുമ്പിൽ. എന്നാലും എനിക്ക് ജോലിയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തിനാ നമുക്ക് ഇത് മതി, ഇതാണ് എനിക്ക് പറഞ്ഞുള്ളൂ. പോയി വല്ലവരുടെ മുമ്പിൽ പോയി അത് ചോദിച്ചാൽ ചാൻസ് തരണമെന്നില്ല. അത് ചിലപ്പം വല്ലാത്ത രീതിയിൽ ഇൻസൾട്ട് ചെയ്തിട്ടാണ് ഇമാര് വന്നിട്ട് വളരെ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് എന്റെ സുഹൃത്തുക്കള്. അപ്പൊ ഞാനല്ലെങ്കിൽ എന്തിനാണ് വെറുതെ നല്ല അത് ഒരുപക്ഷെ ഇത് എനിക്ക് ജോലിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ടോട്ടലി വേണ്ടെന്ന് വെച്ചു. വേണ്ട, ഓക്കെ, ആഗ്രഹം ഉണ്ടെങ്കിലും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എവിടെയൊക്കെയോ എന്തൊക്കെയോ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐ തിങ്ക് ഇങ്ങനെയൊക്കെ ഇവിടെ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ പോലും ജോലി ഉപേക്ഷിച്ചോ? സ്റ്റിൽ അത് അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് അല്ലേ. ഇത് ഈ ഒരു അഭിനയപ്രാന്ത് അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിലൊരു ഭ്രമം തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എനിക്ക് അന്നേ ഒരു. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എന്നോട് പലരും വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ ഡബിങ്ങിനാണെങ്കിലും അഭിനയിക്കാനാണെങ്കിലും ഇങ്ങനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ ആദ്യം എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക. കാരണം നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ആര് നമ്മളെ ഈ ചാൻസ് ചോദിച്ചെന്ന് അപമാനിച്ചാലും നമുക്കൊരു ധൈര്യമുണ്ട്, ഒരു ആത്മധൈര്യമാണ് ഒരു വരുമാനം എന്ന് പറയുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ ആഗ്രഹിക്കുക, അല്ലാതെ ഇതാണ് ജീവിത വരുമാനം എന്ന് ഒരിക്കലും ഒരു വ്യക്തിയും അങ്ങനെ പ്ലാൻ ചെയ്ത്. അമിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ജോലി വരെ വിട്ടിട്ട് എത്രയോ പേര്, എനിക്കറിയാവുന്ന ഒരുപാട് പേര് നല്ല ജോലികൾ ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തലയ്ക്ക് കയറി. ഈ ഒരു ഭയങ്കരമായ ഒരു കളർഫുൾ ആയിട്ടുള്ള ജീവിതമാണ്, അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ആഗ്രഹം വരുമ്പോഴാണ് നമുക്ക് ഇതെന്താണ്, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ വരാമെന്ന് പറഞ്ഞ് ഇത് വിടും. പക്ഷെ അത് എല്ലാവർക്കും കിട്ടുന്ന സംഭവം. ഞാൻ പറഞ്ഞ വിധി ഉണ്ടെങ്കിൽ, വിധി ഉണ്ടെങ്കിൽ ഞാൻ ജോലി വിട്ടാനാ എന്താ ഇത്. ഞാനതിനെ സ്റ്റിക്ക് ഓൺ ചെയ്തത് ഒരു പക്ഷെ ഞാൻ എപ്പോഴും ആ സെക്യൂരിറ്റി, ഒരു സെക്യൂർ ആണെന്നുള്ള ഫീലിംഗ് എനിക്ക് വേണമെന്നുള്ള ഇതുകൊണ്ട്. അപ്പൊ എങ്ങനെ ഇത് രണ്ടും മാനേജ് ചെയ്യും? ജോലിയും മാനേജ് ചെയ്യും. പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഓഫീസിൽ ലീവ് കിട്ടും എപ്പോഴും. ലീവ് എപ്പോഴും കിട്ടത്തില്ല. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. സാറ്റർഡേ സൺഡേ ഒക്കെ ഷൂട്ടിംഗ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അല്ല, ഒരു സീരിയലൊക്കെ ഒരു മാസത്തിൽ 10 ദിവസം ഡേറ്റ് ആണെങ്കിൽ എനിക്കങ്ങനെ, ഞാൻ ഒരു സീരിയൽ മാത്രമേ പ്രധാന വേഷം ചെയ്തോളൂ. പ്രധാനം എന്ന് പറയാനൊക്കത്തില്ല, അതിന്റെ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ തന്നെ. അപ്പൊ അതൊക്കെ മാനേജബിൾ ആണ്. ഒരു ഷെഡ്യൂൾ 8 ദിവസമാണെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം. അപ്പൊ അതുകൊണ്ട് എനിക്കത് മാനേജബിൾ ആണ്. സാറ്റർഡേ സൺഡേ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓഫാണ് സാറ്റർഡേ സൺഡേസ്. നേരത്തെ ഇത് പറയും പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ വന്നു തുടങ്ങിയത്. ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ബിസി അല്ല, ശരിക്കും പറഞ്ഞാൽ ആയിരുന്നില്ല. ഇപ്പം ഐ ഫീൽ കുറച്ച് ബിസി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പിന്നെ സ്റ്റേജ് ഷോസ് ചെയ്തു. ഞാൻ ഇപ്പം സിംഗറും കൂടെയാണ്. അപ്പോൾ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ സീരിയൽസ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, 2 സീരിയൽ, പിന്നെ റിയാലിറ്റി ഷോ ഒക്കെ വന്നപ്പോൾ നൗ ഐ എം ബിസി. ഇതുവരെ മാനേജബിൾ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറേ അല്പം ലീവിലാണ്. വീണ്ടും ഞാനത് ഇത് ബാലൻസ് ചെയ്യുമ്പോൾ തിരിച്ച് ഇത് ഇതാണൊക്കെ ഏതെങ്കിലും 1 or 2 വർക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും വർക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ജോലി സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തന്നെ തീരുമാനം.